ഇപ്പോൾ നമുക്കൊപ്പം വാർഡ് മെമ്പർ ടിജി ജോൺസൺ ചേരുന്നു. ശ്രീമതി ടിജി ജോൺസൺ, അതീവ ദാരുണമായൊരു സംഭവമാണ്, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കർഷകന്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ അനാസ്ഥ, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അത് അവിടെ നിൽക്കുമ്പോഴും കാട്ടാന വന്യമൃഗ ആക്രമണങ്ങൾ അത് ഈ വയനാട്ടിൽ തുടർക്കഥയാവുകയാണ്. ശ്രീമതി ടിജി ജോൺസൺ, എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇതുവരെയും 4 മണിക്കൂറായി മരണം സംഭവിച്ചിട്ട് ഇതുവരെ കലക്ടറോ DFOയോ ഫോറസ്റ്റിന്റെ ഒരു ഉദ്യോഗസ്ഥരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധമാണ് നടക്കുന്നത്. മാനന്തവാടി ടൗണില് റോഡ് ഉപരോധമാണ് നടക്കുന്നത്. പിന്നെ ആന ഇറങ്ങി എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ചെയ്യാൻ പോലും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ആണ്. പിന്നെ നാട്ടുകാർക്കും വീടിനും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഡിവിഷനിൽ തന്നെ 2ാമത്തെ മരണമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വേദനാജനകമുണ്ട്. ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനങ്ങളും എത്താത്ത ഫോറസ്റ്റുകാരും നമ്മുടെ ഡിവിഷനിലും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ ചാലികത കുന്നിന്റെ മുകളിലാണ് ഇപ്പോൾ ആനയുള്ളത് എന്ന് പറയുന്നു. ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുറുവാദ്വീപ്. അപ്പോൾ അവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അതിന്റെ പിന്നെ പാൽവെളിച്ചം പ്രദേശത്ത് ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. കാട്ടാന അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇനിയും പിന്നെ കൂടുതൽ പിന്നെ ദുരന്തങ്ങളിലേക്കാണ് വരാൻ സാധിക്കുന്നത്. ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് ഫോറസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അനൗൺസ്മെന്റ് ചെയ്യണമെന്ന് അവരൊരു 10 മിനിറ്റ് മുമ്പാണ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് നല്ല വീഴ്ചയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആന ഇറങ്ങി എന്നുള്ള വിവരം നമ്മളെ ഡിവിഷനിലേക്ക് ആന വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പോലും ഡിവിഷൻ കൗൺസിലറെ പോലും അവരെ അറിയിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ട് വിവരം അറിഞ്ഞ് അവരെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീടിന്റെ മുറ്റത്ത് നിന്നാണ് ഗേറ്റ് തല്ലി തകർത്താണ് ആന പിന്നെ അജീഷ് എന്ന സഹോദരനെ പിന്നെ കൊലപ്പെടുത്തിയത് എന്ന് ആണ് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കൂടി കാണാൻ സാധിക്കുന്നത്. ശ്രീമതി ടിജി ജോൺസൺ, അതായത് ഈ അജി എന്ന് പറയുന്ന കർഷകൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണോ ആ പ്രദേശത്തേക്ക് ആന ഇറങ്ങിയ വിവരം പോലും നിങ്ങൾ അറിയുന്നത്? അങ്ങനെയാണോ? അല്ല, 7 മണി ആയപ്പോൾ ഓപ്പൺ ന്യൂസറിൽ കൂടി ഈ വാർത്തകൾ വന്നിരുന്നു. പിന്നെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു. ഞാൻ ഡിവിഷന്റെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അപ്പോൾ ആന ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 3-4 പേര് കൂടി ഇങ്ങനെ ആനയുടെ ഓടിച്ച് ഫോറസ്റ്റുകാരുടെ കൂടെ വന്ന ഒരു സംഭവത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓടി അവൻ വീടിന്റെ മുറ്റത്തോട്ട് കയറിയപ്പോൾ ആ ഗേറ്റ് തള്ളി തകർത്താണ് ആന പിന്നെ അവനെ ചവിട്ടിയത് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള അതിനകത്ത് 2017 ഇതുപോലെ നമ്മുടെ ഡിവിഷനിൽ ഒരു ആനയുടെ ആക്രമണത്തിൽ ഒരു അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഫെൻസിങ് യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു ഇത് വന്നിട്ടും ഇതുവരെ ഫെൻസിങ് യാഥാർത്ഥ്യമായിട്ടില്ല. ശ്രീമതി ടിജി ജോൺസൺ, അതുപോലെ തന്നെ ഇപ്പം ആശുപത്രിയിലാണെങ്കിലും പ്രതിഷേധം നടക്കുന്നു എന്നാണ്. പ്രതിഷേധമാണ്. ജില്ലാ കളക്ടർ DFO CCF സ്ഥലത്തെത്തിയാൽ മാത്രമേ ബോഡി മോർച്ചറിയിലേക്ക് പോലും മാറ്റാൻ അനുവദിക്കുകയുള്ളൂ. ജനങ്ങളിൽ മാനന്തവാടി ടൗണിൽ റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ പരിസരത്തും റോഡ് പിന്നെ ഉപരോധം നടക്കുന്നുണ്ട്. ശ്രീമതി ടിജി ജോൺസൺ, നിങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? ഏറ്റവും പ്രധാന ആവശ്യം പറയുന്നത് പിന്നെ അവർക്ക് മാന്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അതുപോലെ കലക്ടർ DFO CCF സ്ഥലത്തെത്തട്ടെ, എന്നിട്ടല്ലേ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. 4 മണിക്കൂറായിട്ട് വീട്ടുവരെ ഇങ്ങനെ ഒരു ദാരുണം ഒഴിവാക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ആവശ്യം ഉയരുന്നില്ലേ? ആ ആവശ്യം എന്ന് പറയുന്നത് റോപ്പ് ഫെൻസിങ്ങിന്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 2017 മുതൽ പണി ഇപ്പൊ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴാണത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി അത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കലക്ടറും DFO CCF സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചർച്ചകളിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ശരി. ഓക്കെ. ശ്രീമതി ടിജി ജോൺസൺ, എന്താണെങ്കിലും പ്രതിഷേധം വലിയ രീതിയിൽ നടക്കുന്നു. വ്യക്തമായ ഉറപ്പുകൾ വേണം എന്ന് ആവശ്യപ്പെടുന്നു. വാർഡ് മെമ്പർ ടിജി ജോൺസൺ ആണ് നമുക്കിപ്പം പ്രതികരിച്ചത്.